അങ്ങനെ നോക്കാതെ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻജിനീയറിങ്ങിന് വേണ്ട കഴിവ്, എൻജിനീയർ ആകാൻ വേണ്ട ചില സ്കിൽ സെറ്റ് ഉണ്ട്. അത് എൻജിനീയർക്ക് മാത്രം ഉള്ള സ്കിൽ സെറ്റാണ്. ഡോക്ടർ ആകാൻ വേണ്ട സ്കിൽ സെറ്റ് മറ്റൊന്നാണ്. മാനേജർ ആകാൻ വേണ്ട സ്കിൽ സെറ്റ് ഇവർക്ക് 2 പേർക്കും ഉള്ളതല്ല. ഇവർക്ക് 3 പേർക്കുമുള്ള സ്കിൽ സെറ്റ് അല്ല ഒരു ആർട്ടിസ്റ്റിന് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏത് മേഖലയിലേക്ക് പോകണം, ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നറിയണമെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമുക്ക് സാധ്യതയുള്ള സ്കിൽ സെറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാൻ സാധിച്ചാൽ നമ്മുടെ കോഴ്സുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കും, കരിയറുകൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും, പെർഫോമൻസ് വളരെ വണ്ടർഫുൾ ആയിരിക്കും. ആ സ്ഥാനത്ത് വളരെ റാൻഡമായി ഏതെങ്കിലും തിരഞ്ഞെടുക്കുന്നു, തൊട്ടടുത്തുള്ള കോളേജിൽ പോകുന്നു, അവിടെയുള്ള ഏതെങ്കിലും കോഴ്സുകൾ എടുക്കുന്നു, സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുന്നു, നമ്മൾ സയൻറ്റിഫിക്കായി കൺഫേം ചെയ്യുന്നില്ല, നമുക്ക് തോന്നുന്നു ഇന്ന സ്ട്രെങ്ത് എനിക്കുണ്ട്, പക്ഷേ ആ സ്ട്രെങ്ത് ഉണ്ടാകണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ചില ഏരിയകളിൽ വളരെ വീക്കാണ്, പക്ഷേ ഇൻബോണായി ഒരു പക്ഷേ അതിൽ സ്ട്രെങ്ത് ഉണ്ടാകാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സയൻറ്റിഫിക്കായി കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി കോഴ്സുകളും കരിയറുകളും പ്ലാൻ ചെയ്യാൻ സാധിക്കും.